ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിലിമിനറി ടെക്നിക്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു പ്രിലിമിനറി ടെക്നിക്സ് എന്ന് പറയുന്നത് 2 പ്രിലിമിനറി ടെക്നിക്സ് ആണുള്ളത് ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1 എന്ന് പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റിനെ കറണ്ട് അസറ്റ് നോൺ കറണ്ട് അസറ്റുമായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തുക, അതേപോലെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷനുമാണ്. അപ്പോൾ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഐറ്റമാണ്. ഐറ്റംസിനെ ക്ലാസിഫൈ ചെയ്യണം ആസ് കറണ്ട് അസറ്റ് ഐറ്റം ആൻഡ് നോൺ കറണ്ട് ഐറ്റം. കറണ്ട് ഐറ്റമായിട്ടും നോൺ കറണ്ട് ഐറ്റമായിട്ടും ക്ലാസിഫൈ ചെയ്യുകയാണ് വേണ്ടത്. കറണ്ട് ഐറ്റംസിൽ കറണ്ട് അസറ്റും അതുപോലെ കറണ്ട് ലാബിലിറ്റീസുമാണ് ഉണ്ടായിരിക്കുക. നോൺ കറണ്ട് ഐറ്റംസിൽ നോൺ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് ലാബിലിറ്റീസും ആയിരിക്കും നോൺ കറണ്ട് അസറ്റ്സിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് ഐറ്റം നോക്കുക. കറണ്ട് ഐറ്റത്തിൽ കറണ്ട് ലാബിലിറ്റീസ് നമുക്ക് നേരത്തെ പഠിച്ചത് തന്നെയാണ്. സൺട്രി ക്രെഡിറ്റർ, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ടാക്സ് പേയബിൾ, ഡിവിഡൻഡ് പേയബിൾ. ഇത്രയും കാര്യങ്ങൾ കറൻറ്റ് ലാബിലിറ്റീസിൽ വരും. ഇനി കറൻറ്റ് അസറ്റിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ബിൽസ് റിസീവബിൾ, സെൻട്രി ഡെപ്റ്റേഴ്സ്, അഡ്വാൻസ് ടാക്സ്, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക്, പ്രിപ്പയർഡ് എക്സ്പെൻസസ്, അക്രൂഡ് ഇൻകം. ഇത്രയും കാര്യങ്ങൾ കറൻറ്റ് അസറ്റിലും വരും. ഈ 2 കാര്യങ്ങളാണ് കറൻറ്റ് ഐറ്റത്തിൽ വരുന്നത്. ഇനി നോൺ കറൻറ്റ് ഐറ്റത്തിൽ നോൺ കറൻറ്റ് ലാബിലിറ്റീസും നോൺ കറൻറ്റ് അസറ്റ്സും വരും. നോൺ കറൻറ്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റി പ്രീമിയം, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഡിവിഡൻഡ് പേയബിൾ. ഇത്രയും കാര്യങ്ങൾ നോൺ കറൻറ്റ് ലാബിലിറ്റീസിൽ വരും. ഇനി നോൺ കറൻറ്റ് അസറ്റ്സിൽ വരുന്നത് ഗുഡ് വില്ല്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫേർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ്, വെഹിക്കിൾ, പാറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്, പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ നോൺ കറൻറ്റ് അസറ്റ്സിലും വരും. അപ്പോൾ ഈ 2 ഐറ്റംസ് ഉപയോഗിച്ചിട്ടാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ട്രാൻസാക്ഷൻസ് എന്തൊക്കെയുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മളൊരു പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിന് 4 സ്റ്റേജസ് ആണുള്ളത്. പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 സ്റ്റെപ്സാണ് ഇതിൽ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് 1 പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ച് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ എന്തൊക്കെ ചേഞ്ചസ് വരും അതിൻ്റെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. സെക്കൻഡ് സ്റ്റേജിൽ അനലൈസിങ് ചേഞ്ചസ് ഇൻ നോൺ കറൻറ്റ് ഐറ്റം. നോൺ കറൻറ്റ് ഐറ്റത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്ന് അനലൈസ് ചെയ്യുക. അതായത് ഇവിടെ എന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നെസസറി ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അത് എന്തെങ്കിലും ഹിഡൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നോൺ കറൻറ്റ് അസറ്റ്സിൻ്റെ അല്ലെങ്കിൽ നോൺ കറൻറ്റ് ലാബിലിറ്റീസിന് എന്തെങ്കിലും ഹിഡൻ ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യലാണ് സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അതായത് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടതാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ള കാര്യമാണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസോ റവന്യൂസോ ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഫൈനലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 4 സ്റ്റേജസിലൂടെയാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫസ്റ്റ് സ്റ്റേജസിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. The schedule of changes in working capital shows the changes in the individual items of current assets and current liabilities between 2 years and their effect on working capital. 2 വർഷത്തെ കറൻറ്റ് അസറ്റ്സും കറൻറ്റ് ലാബിലിറ്റീസും എടുക്കും. ആ കറൻറ്റ് അസറ്റ്സിലും കറൻറ്റ് ലാബിലിറ്റീസിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. അതും ബന്ധപ്പെട്ടിട്ട് ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് മീൻസ് ആസ് ആൻ ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ കറൻറ്റ് അസറ്റ് ഇൻക്രീസ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ കറൻറ്റ് അസറ്റായിട്ട് ക്യാഷ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഡേ ടു ഡേ ഓപ്പറേഷനിലുള്ള ക്യാഷ് കുറച്ചും കൂടി അധികമായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ
ഇൻക്രീസ് ചെയ്യുമ്പോൾ കറണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. കറണ്ട് ലാബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യണം. കാരണം കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത് നമുക്കൊരു ബാധ്യതയാണ്. അപ്പോൾ ആ ബാധ്യത കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മൊത്തത്തിലായിട്ട് ഡേ ടു ഡേ ഓപ്പറേഷനിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരികയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫോർമാറ്റും എന്തൊക്കെ പോയിൻറ്റ്സാണ് നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത് കാര്യങ്ങളും കൂടി ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ഷെഡ്യൂളിൻ്റെ ഫോർമാറ്റ് വരികയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് വരുന്നത്. ഇനി ഇതിന് ഇവിടെ എത്ര കോളം ഉണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് പെർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ പ്രീവിയസ് ഇയർ കോളം, കറൻറ്റ് ഇയർ കോളം വരുന്നുണ്ട്. പിന്നെ ഒരു 2 കോളം കൂടി ഉണ്ട്. ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നെന്നുള്ള ഒരു കോളം കൂടിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലിൽ എത്രത്തോളം ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ കറൻറ്റ് അസറ്റ്സ് ഉണ്ട്, കറൻറ്റ് ലാബിലിറ്റീസും ഉണ്ട്. കറൻറ്റ് അസറ്റ്സിൽ ആയിട്ടുള്ള ക്യാഷ്, ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ഇതിലൊക്കെ പ്രീവിയസ് ഇയറിലത്തെ എത്ര എമൗണ്ട് വരും, അതേപോലെ കറൻറ്റ് ഇയറിൽ എത്ര എമൗണ്ട് വരും എന്ന് എടുത്തെഴുതണം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, അത് ഇതിൽ രണ്ടിലും ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പ്രീവിയസ് ഇയറിന് കറൻറ്റ് ഇയർക്ക് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ വന്നിട്ടുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കറൻറ്റ് ലാബിലിറ്റീസിൽ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അത് മൊത്തം ടോട്ടൽ ചെയ്യുക. അതാണ് ടോട്ടൽ ബി എന്ന് പറയുന്നത്. ആദ്യം ടോട്ടൽ എ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറണ്ട് അസറ്റ്സ് നിന്ന് കറണ്ട് ലാബിലിറ്റീസ് കുറയ്ക്കുമ്പോഴാണ് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടുക. അപ്പോൾ കറണ്ട് അസറ്റ്സ് എത്രയാണ്? കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടൽ എ എന്ന് കറണ്ട് ലാബിലിറ്റീസ് ടോട്ടൽ ബി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടും. എന്നിട്ട് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് അനലൈസ് ചെയ്യുക. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ കറൻറ്റ് അസറ്റ് ഇൻക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറൻറ്റ് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അതാണ് ഫസ്റ്റ് നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് റിമൈൻഡ് ചെയ്യേണ്ട പോയിൻ്റ്. സെക്കൻഡ് എന്ന് പറയുന്നത് ആൻ ഇൻക്രീസ് ഇൻ ഫസ്റ്റ് കറൻറ്റ് അസറ്റ് നമ്മൾ ചെയ്യേണ്ടത് കറൻറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യും. വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ചെയ്യേണ്ടത് കറൻറ്റ് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. കറൻറ്റ് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഡിക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ കറൻറ്റ് അസറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റലിനെ ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കറൻറ്റ് അസറ്റ് കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും, കറൻറ്റ് ലാബിലിറ്റി കറൻറ്റ് അസറ്റ് കുറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അത് നമുക്കറിയാം. ക്യാഷ് കൂടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് കൂടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡേ ടു ഡേ ഓപ്പറേഷനിലുള്ള കാര്യങ്ങളാണ് കൂടുന്നത്. ഇനി കറൻറ്റ് ലാബിലിറ്റീസിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ ഇൻക്രീസ് ഇൻ കറൻറ്റ് ലാബിലിറ്റി ഡിക്രീസസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് കറൻറ്റ് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് കറൻറ്റ് ലാബിലിറ്റി നമുക്ക് ബാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് കുറയുകയാണ് ചെയ്യുന്നത്. കറൻറ്റ് ലാബിലിറ്റി കൂടുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കുറയും. അതേപോലെ കറൻറ്റ് ലാബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോൾ കുറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കാരണം നമുക്ക് കൊടുക്കാനുള്ളത് എപ്പോഴും കുറയുകയാണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് എന്താണ്? കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പോസിറ്റായിട്ടാണ് കറൻറ്റ് ലാബിലിറ്റി എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ വെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ എനി കറൻറ്റ് അസറ്റ് ഓർ കറൻറ്റ് ലാബിലിറ്റി ഇറ്റ് ഹാസ് നോ എഫക്റ്റ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് കറൻറ്റ് അസറ്റ്സിലും കറൻറ്റ് ലാബിലിറ്റിയിലും ഒരു ചേഞ്ചസും ഇല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിന് അത് എഫക്റ്റ് ചെയ്യില്ല. അതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ്, ഇഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദി ബിഗിനിങ് ദി ഡിഫറൻസ് ഈസ് ടേക്കൺ ആസ് ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പീരീഡിൻ്റെ എൻഡിൽ കൂടുതലാണ്, നമ്മൾ പീരീഡ് തുടങ്ങിയതിനേക്കാൾ കൂടുതലാണ് ആ പീരീഡ് അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടിയ വർക്കിംഗ് ക്യാപിറ്റൽ എങ്കിൽ അവിടെ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. കാരണം 1000 രൂപയാണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ആ പീരീഡ് എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ 20,000 രൂപയായി മാറി. അപ്പോൾ അവിടെ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ കൂടുകയാണ് ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് ദി വർക്കിംഗ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ബിഗിനിങ്
ദി ഡിഫറൻസ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ എൻഡ് ഓഫ് ദി പീരീഡിൽ കുറവാണെങ്കിൽ ബിഗിനിങ്ങിൽ കൂടുതലാണെങ്കിലും അപ്പോൾ നമ്മുടെ എന്താണ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. അതാണ് സെക്കൻഡ് പോയിന്റ് നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ടത്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് പ്രിപ്പയർഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഓൺലി കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കുന്ന കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റീൻ്റെയും ബേസിസിൽ മാത്രമാണ് ഈ ഒരു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും അഡീഷണൽ ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ്സോ കറണ്ട് ലയബിലിറ്റീസോ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതിനെന്ത് ചെയ്യണം? ഇഗ്നോർ ചെയ്യണം. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സ് മേ ബി ഷോൺ ഐദർ അറ്റ് ദെയർ ഗ്രോസ് വാല്യൂ ഷോയിങ് പ്രൊവിഷൻസ് ആസ് കറണ്ട് ലയബിലിറ്റീസ് ഓർ അറ്റ് നെറ്റ് വാല്യൂസ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് പ്രൊവിഷൻസ്. സച്ച് ഐറ്റംസ് ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക് എക്സെട്ര. അതായത് കറണ്ട് അസറ്റ് ഐദർ ദെയർ ഗ്രോസ് വാല്യൂവിനേക്കാളോ അല്ലെങ്കിൽ ഷോയിങ് പ്രൊവിഷൻ ആസ് കറണ്ട് ലയബിലിറ്റീസിൻ്റെ, അതായത് കറണ്ട് അസറ്റ്സ് ഗ്രോസ് വാല്യൂവിലാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? കറണ്ട് ലയബിലിറ്റീസിൻ്റെ പ്രൊവിഷനായിട്ടാണ് കാണിക്കേണ്ടത്. പക്ഷേ നെറ്റ് വാല്യൂവിലാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ആ പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആ ഐറ്റത്തിന് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ലോസ് ഓഫ് സ്റ്റോക്ക്, അങ്ങനെയൊക്കെയാണ് കറണ്ട് അസറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. ഇനി ഇവിടെ ക്യാഷ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ പോലെയാണ്. ക്യാഷ് ഇൻക്രീസ് ചെയ്യാണ്. പ്രീവിയസ് ഇയറിൽ ഇവിടെ മൂന്നെണ്ണമാണുള്ളത്, പക്ഷേ കറൻറ്റ് ഇയറിൽ എന്തായി? 6 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ക്യാഷ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്? ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇനി ക്യാഷ് റെഡ്യൂസ് ചെയ്യുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഓട്ടോമാറ്റിക്കായിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്, ഡിക്രീസാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2015 and 2016 യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഫോർ 2016 ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബാലൻസ് ഷീറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ഇയർത്തെ ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, 2015 2016. അതിൽ ഫസ്റ്റ് അസറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി തന്നിട്ടുണ്ട് 2,70,000, അതുപോലെ 3,65,000. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് 1,50,000 തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 75,000 1,00,000 തന്നിട്ടുണ്ട്. സ്റ്റോക്ക് 1,20,000 1,00,000. ക്യാഷ് ആൻഡ് ബാങ്ക് 60,000 85,000. പ്രിലിമിനറി എക്സ്പെൻസസ് 30,000 20,000. സെക്കൻഡ് ലയബിലിറ്റി സൈഡ് നോക്കുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ ഉണ്ട് 2,50,000 3,00,000. റിസർവ്സ് ആൻഡ് സർപ്ലസ് 40,000 70,000. ഡിബഞ്ചേഴ്സ് 1,50,000 75,000. ക്രെഡിറ്റേഴ്സ് 1,80,000 2,50,000. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് 35,000 25,000. ഇത്രയും ഐറ്റംസാണ് തന്നിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസ് മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് കറണ്ട് അസറ്റാണ്, അതുപോലെ സ്റ്റോക്കും ക്യാഷ് ആൻഡ് ബാങ്കും മാത്രമാണ് എന്ത് കറണ്ട് അസറ്റായിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അസറ്റ് നോക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റേഴ്സും സ്റ്റോക്കും ക്യാഷ് ആൻഡ് ബാങ്കുമാണെന്ത് കറണ്ട് അസറ്റായിട്ട് വരുന്നത്. ഇനി കറണ്ട് ലയബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ക്രെഡിറ്റേഴ്സും വരുന്നുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും വരുന്നുണ്ട്. അത് രണ്ടും എന്താണ്? കറണ്ട് ലയബിലിറ്റീസാണ്. ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം കൊടുക്കേണ്ടത് പെർട്ടിക്കുലേഴ്സ് കോളം, പിന്നെ 2 ഇയർ ഉണ്ട്, ഒന്ന് 2015 2016 ആണ്. അപ്പോൾ 2015-16 2 ഇയർ കോളവും അതുപോലെ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലുമാണ് ഇൻക്രീസ് ഓർ ഡിക്രീസും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറണ്ട് അസറ്റ് നമ്മൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചു. ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡെപ്റ്റേഴ്സ് 2015 ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്
75,000 ആണ് 2015 ഡെപ്റ്റേഴ്സ്. 75,000 ആണ് 2015. 2016 അത് 1 lakh ആണ് 2016 ഡെപ്റ്റേഴ്സ് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 75,000 രൂപയിൽ നിന്ന് 2016 ആയപ്പോഴേക്കും എത്ര രൂപയാണ് ഇൻക്രീസ് ആയത്? 1,00,000. അപ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? നമുക്ക് ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 25,000 രൂപ ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. ഇനി സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 1,20,000 ആണ് 2015. പിന്നെ 1 lakh ആണ് 2016 വരുന്നത്. അപ്പോൾ 1,20,000 1 lakh ആയിട്ട് എന്ത് ചെയ്തു? ഡിക്രീസ് ആണ് സ്റ്റോക്ക് ചെയ്തത്. അപ്പോൾ 20,000 ഡിക്രീസ് വന്നു. ഇനി ക്യാഷ് ആൻഡ് ബാങ്ക് എടുക്കുകയാണെങ്കിൽ 60,000 ആണ് 2015 2016 85,000 ആണ്. 60,000 85,000 ആകുമ്പോൾ അതെന്തുണ്ടായി? ഇൻക്രീസ് ആണ് വന്നിട്ടുള്ളത്. 25,000 ഇൻക്രീസ് വന്നു. അപ്പോൾ ഇനി നമ്മൾ ടോട്ടൽ ചെയ്യണം. ഈ മൂന്നെണ്ണത്തിൻ്റെ ടോട്ടലാണ് എന്ത് ചെയ്യേണ്ടത്. അതേപോലെ ഇതും ടോട്ടൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കറൻറ്റ് ലാബിലിറ്റീസ്. നമ്മൾ രണ്ടാമത്തെ ഐറ്റമായിട്ട് കറൻറ്റ് ലാബിലിറ്റീസ് എടുക്കണം. നമ്മുടെ കയ്യിലുള്ള കറൻറ്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും മാത്രമാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 2015 1,80,000 ആണ്. 2016 2,50,000 ആണ്. അപ്പോൾ 1,80,000 എന്നുള്ളത് കറൻറ്റ് ലാബിലിറ്റി ആണ്. അപ്പോൾ 2,50,000 ആയിട്ട് കറൻറ്റ് ലാബിലിറ്റി കൂടുകയാണ് ചെയ്തത് അല്ലേ? അപ്പോൾ കറൻറ്റ് ലാബിലിറ്റി കൂടുമ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്തുണ്ടാകുന്നത്? ഡിക്രീസ് ആണ് വന്നത്. അപ്പോൾ 70,000 ഡിക്രീസ് വന്നിട്ടുണ്ട്. ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് 35,000 ആയിരുന്നു. അത് 25,000 ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം കറൻറ്റ് ലാബിലിറ്റി കുറയുമ്പോൾ നമ്മുടെ എന്തുണ്ടാവുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്തുണ്ടാവും? ഇൻക്രീസ് ആണ് വരുന്നത്. ഇനി അത് ടോട്ടൽ ചെയ്യാണ് എമൗണ്ട് ചെയ്യുന്നത്. ഇത് രണ്ടും ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടോട്ടൽ എനെ ടോട്ടൽ ബി, അതായത് ഈ ഒരു എമൗണ്ടും ഈ ഒരു എമൗണ്ടും എന്ന് ബി കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ 2,25,000 2,15,000 കുറച്ചാൽ 40,000 കിട്ടും. അതേപോലെ തന്നെ 2,85,000 75,000 കുറച്ചാൽ 10,000 കിട്ടും. ഇനി നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ 2015 നമുക്ക് 40,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2016 ആയപ്പോഴേക്കും 10,000 ആയി. അപ്പോൾ എന്തുണ്ടായി? ഇവിടെ എന്തുണ്ടായി? 10,000 ആയി എന്ന് വെച്ചാൽ, അതായത് 2015 നമ്മുടെ കയ്യിൽ 40,000 രൂപ വർക്കിംഗ് ക്യാപിറ്റലായിട്ടുണ്ടായിരുന്നു. 2016 ആയപ്പോൾ അത് എത്രയായി? 10,000 ആയിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 30,000 ഇവിടെ എന്തുണ്ടായി? ഡിക്രീസ് ആണ് വന്നിട്ടുള്ളത്. അതായത് 40,000 രൂപ നമ്മുടെ 2015 നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് 2016 ആയപ്പോഴേക്കും 10,000 രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ 30,000 രൂപയാണ് അവിടെ റെഡ്യൂസ് ഉണ്ടായത്. അപ്പോൾ ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 30,000 ആണ്. ഇനി ഈ 3 എമൗണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന സ്റ്റേറ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ എമൗണ്ട് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് സ്റ്റേജും ബാക്കിയുള്ള സ്റ്റേജസും ഡിസ്കസ് ചെയ്യുന്നുണ്ട്.